ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് അല്ലെങ്കിൽ PLL എന്ന് പറയുന്നൊരു കോമ്പണൻ്റ് ആണ്. സോ PLL എന്ന് പറയുന്നത് ഫേസ് ലോക്ക്ഡ് ലൂപ്പ് എന്ന് പറയുന്നത് നോർമലി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ, എസ്പെഷ്യലി സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ദെൻ എയർബോൺ നാവിഗേഷൻ സിസ്റ്റം, FM കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ഫ്രീക്വൻസി കൺട്രോളിനായിട്ട് യൂസ് ചെയ്യുന്നൊരു സർക്യൂട്ടാണ് PLL എന്ന് പറയുന്നത്. സോ നൗ ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ IC ഫോം. ഓക്കെ, സോ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകമിങ് സിഗ്നൽ ഫ്രീക്വൻസിയെ, അതായത് നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസിയെ ഒരു നോൺ ഫ്രീക്വൻസി ആയിട്ട്, അതായത് നമുക്ക് അറിയാവുന്ന ഒരു ഫ്രീക്വൻസിയുമായിട്ട് കമ്പയർ ചെയ്ത് എന്താണ് ഇൻകമിങ് സിഗ്നൽസിൻ്റെ ഫ്രീക്വൻസി വേരിയേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ അതിന് ബേസിക് ബ്ലോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഒരു ട്രാക്കിംഗ് ചെയ്യുന്നതിനായിട്ട് ഒരു PLL IC എടുത്തു കഴിഞ്ഞാൽ അതിനായിട്ട് മെയിനായിട്ട് 4 കോമ്പണൻറ്റ്സ് അല്ലെങ്കിൽ 4 ബ്ലോക്സ് ആണ് വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ് ഡിറ്റക്ടർ കം കമ്പറേറ്റർ, ദെൻ രണ്ടാമത്തൊരു ലോ പാസ് ഫിൽറ്റർ, മൂന്നാമത്തത് ഒരു എറർ ആംപ്ലിഫയർ, നാലാമത്തത് VCO അല്ലെങ്കിൽ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ എന്ന് പറയും. ഓക്കെ, സോ ഇതാണ് ഒരു ടിപ്പിക്കൽ PLLൻ്റെ ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിൽ VCO എന്ന് പറയുന്നത് ഒരു ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണ്. ഓൾറെഡി നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. സോ VCO എന്ന് പറയുന്ന ഒരു ഫ്രീ റണ്ണിങ് മൾട്ടി വൈബ്രേറ്റർ ആണ്. ആൻഡ് അതിൻ്റെ ഒരു സെറ്റ് ഫ്രീക്വൻസി, അത് ഓസിലേറ്റ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസി ഉണ്ടാവും. അതാണ് F0 എന്ന് പറയുന്നത്. സോ F0 ഈസ് ദ VCO frequency. And this frequency F0 is called the free running frequency. Okay, so it is given by an equation. It is 0.25 divided by RT into CT hertz. Okay, the free running frequency of VCO is given by 0.25 divided by RT into CT, where RT and CT are the timing capacitors and ടൈമിംഗ് റെസിസ്റ്റർ. നമ്മളൊരു PLL IC എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന PLL IC എന്ന് പറയുന്നത് IC 565 ആണ്. സോ ഇതിനകത്ത് നമ്മൾ ആ IC 565 യൂസ് ചെയ്യുമ്പോഴത്തേനും അതിന് എക്സ്റ്റേണലി ഒരു റെസിസ്റ്ററും കപ്പാസിറ്ററും കണക്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രൊവിഷൻ ICയിൽ കൊടുത്തിട്ടുണ്ടാവും, പിൻ നമ്പർ 8ലും 9ലും. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമ്മൾ കണക്ട് ചെയ്യുന്ന ആ റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്ററാണ് RT ആൻഡ് CT. ഇതെന്ന് പറയുന്നത് ടൈമിംഗ് കപ്പാസിറ്റേഴ്സാണ്. ഈ കപ്പാസിറ്റേഴ്സാണ് VCOയുടെ ഫ്രീക്വൻസി F0 എന്ന് പറയുന്ന ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയെ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് നമുക്ക് ബ്ലോക്ക് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. VCOയിൽ ഒരു VC എന്ന് പറയുന്നൊരു വോൾട്ടേജ് പോകുന്നുണ്ട്, വിച്ച് ഈസ് ദി ഔട്ട്പുട്ട് ഓഫ് ദി ആംപ്ലിഫയർ A. സോ ഇവിടെ VC എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദി കൺട്രോൾ വോൾട്ടേജ്. സോ കൺട്രോൾ വോൾട്ടേജ് എന്ന് പറയുന്നത് VCOയുടെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി F0നെ പോസിറ്റീവ് സൈഡിലേക്കോ നെഗറ്റീവ് സൈഡിലേക്കോ, അതായത് ടു ദ റൈറ്റ് അല്ലെങ്കിൽ ടു ദ ലെഫ്റ്റ് വേരി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ VC എന്ന് പറയുന്ന ഒരു കൺട്രോൾ വോൾട്ടേജ് കൊടുക്കുന്നത്. സോ ഒരു വോൾട്ടേജ് യൂസ് ചെയ്ത് അതിനെ ഫ്രീക്വൻസിയെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഓസിലേറ്റർ സർക്യൂട്ടിനെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ അല്ലെങ്കിൽ VCO എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇൻപുട്ട് ഫ്രീക്വൻസി കൊടുക്കുവാണ്. ആ ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FS എന്ന് വിചാരിക്കുക. ഓക്കെ, സോ VS എന്ന് പറയുന്നൊരു ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു, അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FS ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് കൊടുക്കുന്നത് ഫേസ് ഡിറ്റക്ടറിലേക്കാണ്. സോ ഫേസ് ഡിറ്റക്ടർ ആക്ച്വലി ഇതിന് ഫേസും ഫേസ് ഡിറ്റക്ഷനും കമ്പറേറ്റർ ഓപ്പറേഷനും രണ്ടും ഒരുമിച്ചാണ് ചെയ്യുന്നത്. സോ ഫേസ് ഡിറ്റക്ടർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ ഫ്രീക്വൻസി FS എന്ന് പറയുന്ന സിഗ്നൽ ഫ്രീക്വൻസിയും VCOയുടെ F0 എന്ന് പറയുന്ന ഫ്രീക്വൻസിയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ആ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ എറർ വോൾട്ടേജ് VE എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. VE എന്ന് പറയുന്നത് എറർ വോൾട്ടേജ്. സോ ഫേസ് ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എറർ സിഗ്നൽ അല്ലെങ്കിൽ എറർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 കോമ്പണൻസ് കാണും. FS പ്ലസ് F0 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കോമ്പണൻറ്റും FS മൈനസ് F0 എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കോമ്പോണൻറ്റും. അതായത് ഒരു സം ഫ്രീക്വൻസി കോമ്പോണൻറ്റ് വിച്ച് ഈസ് യൂഷ്വലി എ ഹൈ ഫ്രീക്വൻസി കോമ്പോണൻറ്റ് ആൻഡ് എ ഡിഫറൻസ് ഫ്രീക്വൻസി കോമ്പോണൻറ്റ് വിച്ച് ഈസ് യൂഷ്വലി എ ലോ ഫ്രീക്വൻസി സിഗ്നൽ.
ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫേസ് ഡിറ്റക്ടറിൽ കൊടുക്കുന്ന എഫ് എസ് എന്ന് പറയുന്ന സിഗ്നൽ ഫ്രീക്വൻസിയും എഫ് നോട്ട് എന്ന് പറയുന്ന ഒരു ഓസിലേറ്റർ ഫ്രീക്വൻസിയും കൂടെ കമ്പയർ ചെയ്തിട്ട് ഫേസ് ഡിറ്റക്ടർ പ്രൊഡ്യൂസ് ആൻ എറർ വോൾട്ടേജ്. സോ ദാറ്റ് എറർ വോൾട്ടേജ് കൺസിസ്റ്റ് ഓഫ് ടു ഫ്രീക്വൻസി കമ്പോണൻറ്റ്സ്, എ ഹയർ ഫ്രീക്വൻസി കമ്പോണൻറ്റ് വിച്ച് ഈസ് ദി സം ഓഫ് ടു ഫ്രീക്വൻസീസ് ആൻഡ് എ ലോ ഫ്രീക്വൻസി കമ്പോണൻറ്റ് വിച്ച് ഈസ് ദ ഡിഫറൻസ് ഓഫ് ടു ഫ്രീക്വൻസീസ്. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എന്ത് ചെയ്തു, ആ എറർ ഫ്രീക്വൻസി എറർ വോൾട്ടേജിനെ എങ്ങോട്ടേക്കാണ് പാസ് ചെയ്യുന്നത്, ഒരു ലോ പാസ് ഫിൽട്ടർ. അപ്പോൾ ലോ പാസ് ഫിൽട്ടർ യൂഷ്വലി എന്ത് ചെയ്യും, ഹയർ ഫ്രീക്വൻസിയെ കട്ട് ചെയ്തിട്ട് ലോവർ ഫ്രീക്വൻസിയെ മാത്രം എന്ത് ചെയ്യും, ആംപ്ലിഫയറിലേക്ക് പ്രൊവൈഡ് ചെയ്യും. സോ ലോ പാസ് ഫിൽട്ടർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, എഫ് എസ് മൈനസ് എഫ് നോട്ട് എന്ന് പറയുന്ന ഡിഫറൻസ് ഫ്രീക്വൻസി കമ്പോണൻറ്റിനെ മാത്രം എന്ത് ചെയ്യും, ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. സോ ദിസ് ആംപ്ലിഫയർ ആംപ്ലിഫൈസ് ദിസ് സിഗ്നൽ വോൾട്ടേജ് ആൻഡ് ഈസ് അപ്ലൈഡ് ടു ദ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്റർ ആസ് ദ കൺട്രോൾ സിഗ്നൽ. ഓക്കെ, അപ്പോൾ ഇത് ഇത്രയും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നതാണ് പി എൽ എല്ലിൻ്റെ ഫസ്റ്റ് വർക്കിംഗ് അല്ലെങ്കിൽ പി എൽ എല്ലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് സ്റ്റേജ്. ഓക്കെ, അപ്പം പി എൽ എല്ലിന് നമ്മൾ പറയുന്ന നോർമലി പറയുന്ന 3 സ്റ്റേജസ് ആണ് വരുന്നത്. ഫ്രീ റണ്ണിങ് സ്റ്റേജ്, ക്യാപ്ചർ സ്റ്റേജ്, ലോക്ക്ഡ് സ്റ്റേജ്. അപ്പോൾ ഇതുവരെയുള്ള പ്രോസസ്സ് എഫ് എസ് മൈനസ് എഫ് നോട്ട് ആംപ്ലിഫയറിൽ കൊടുത്ത് അത് ആംപ്ലിഫൈ ചെയ്ത് വി സി ഒയിൽ കൊടുക്കുന്നത് വരെയുള്ള ഇനീഷ്യൽ സ്റ്റേജിനെയാണ് നമ്മൾ ഫ്രീ റണ്ണിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ആംപ്ലിഫൈ ചെയ്ത ഔട്ട്പുട്ടിനെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ വി സി ഒ എന്ത് ചെയ്യും, നമുക്ക് വരുന്ന ഇവിടെ നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഈ വി സി എന്ന് പറയുന്ന കൺട്രോൾ വോൾട്ടേജിനനുസരിച്ച് വി സി ഒ അതിൻ്റെ ഓസിലേഷൻ ഫ്രീക്വൻസിയായ എഫ് നോട്ടിനെ ഷിഫ്റ്റ് ചെയ്യും. ഐദർ അത് ഇൻക്രീസ് ചെയ്യും അല്ലെങ്കിൽ അതിനെ ഡിക്രീസ് ചെയ്യും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, ടു റെഡ്യൂസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എഫ് എസ് മൈനസ് എഫ് എസ് ആൻഡ് എഫ് നോട്ട്. എഫ് എസും എഫ് നോട്ടും തമ്മിലുള്ള മിസ്മാച്ച് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, വരുന്ന കൺട്രോൾ വോൾട്ടേജിനനുസരിച്ച് എഫ് നോട്ടിൻ്റെ വാല്യൂ വി സി ഒ എന്ത് ചെയ്യും, തന്നെ ചേഞ്ച് ചെയ്യും. സോ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൺട്രോൾ വോൾട്ടേജ് കൊടുത്ത് വി സി ഒ ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ദി പി എൽ എൽ എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ ക്യാപ്ചറിങ് സ്റ്റേജ്. അതായത് പി എൽ എൽ എന്ത് ചെയ്യുവാണ്, വി സിയുടെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്ത് ഇൻകമിങ് സിഗ്നൽ ഫ്രീക്വൻസിയെ ക്യാപ്ചർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. സോ ഇതാണ് ക്യാപ്ചർ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എഫ് നോട്ടിൽ വേരിയേഷൻ വരും, ആ വരുന്ന ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയെ ചേഞ്ച് ചെയ്ത് എഫ് നോട്ടുമായിട്ട് വീണ്ടും ഫേസ് ഡിറ്റക്ടർ കമ്പയർ ചെയ്യും. അപ്പോൾ വീണ്ടും 2 ഫ്രീക്വൻസി കമ്പോണൻറ്റ് ജനറേറ്റ് ചെയ്യും. അത് ലോ പാസ് ഫിൽട്ടറിൽ കൊടുക്കുമ്പോൾ ലോ ഫ്രീക്വൻസി മാത്രം പാസ് ചെയ്യുന്നു. വീണ്ടും ആംപ്ലിഫൈ ചെയ്ത് എന്ത് ചെയ്യുന്നു, കൺട്രോൾ വോൾട്ടേജ് ആയിട്ട് വി സി ഒയിൽ കൊടുക്കുന്നു. അപ്പോൾ വീണ്ടും ഇൻകമിങ് കൺട്രോൾ വോൾട്ടേജിനനുസരിച്ച് വി സി ഒ അതിൻ്റെ ഫ്രീക്വൻസി ചേഞ്ച് ചെയ്തിട്ട് വീണ്ടും ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും ഈ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി, അതായത് എഫ് എസും ഈ വി സി ഒയിൽ നിന്ന് ചേഞ്ച് ചെയ്ത് വരുന്ന എഫ് നോട്ടും തമ്മിലുള്ള മിസ്മാച്ച്, അതായത് എഫ് എസ് മൈനസ് എഫ് നോട്ട് എന്ന് പറയുന്ന ഡിഫറൻസ് എന്താവും, വിൽ ബിക്കം 0. അതല്ലെങ്കിൽ എന്ത് പറയും, ഇൻകമിങ് സിഗ്നൽ ഫ്രീക്വൻസിയും വി സിയോട് ഓസിലേഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസിയും ഈക്വൽ ആകുന്ന ഒരു സ്റ്റേജ് വരും. ആ സ്റ്റേജാണ് പി എൽ എല്ലിൻ്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്, ലോക്കിംഗ് സ്റ്റേജ് അല്ലെങ്കിൽ ലോക്ക്ഡ് സ്റ്റേജ് എന്ന് പറയും. അല്ലെങ്കിൽ പി എൽ എൽ ഇസ് സെറ്റ് ടു ബി ഇൻ ദി ട്രാക്കിംഗ് മോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എഫ് എസ് എപ്പോഴാണോ എഫ് നോട്ട് ആകുന്നത് അപ്പോൾ പി എൽ എൽ ലോക്ക് ആവും. ദെയർ ആഫ്റ്റർ ഒരു പ്രാവശ്യം ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസിയും ഓസിലേറ്റർ ഫ്രീക്വൻസിയും എപ്പോഴും സെയിം ആയിരിക്കും. ഇനി എന്ത് ഇൻപുട്ട് സിഗ്നൽസ് വന്നു കഴിഞ്ഞാലും എഫ് എസ് എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽസ് മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാൻ തുടങ്ങും, വി സി ഒ ഇൻകമിങ് ഫ്രീക്വൻസിനെ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊരു ഇൻപുട്ട് സിഗ്നൽ ഫ്രീക്വൻസി വേരിയേഷൻസിനെയും പി എൽ എല്ലിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ലോക്ക് സ്റ്റേജ് വരുമ്പോഴത്തേനും എഫ് എസും എഫ് നോട്ടും ഈക്വൽ ആവും, 2 ഫ്രീക്വൻസീസ് രണ്ടും ഈക്വൽ ആവും. പക്ഷേ അവിടെ ചെറിയ ഒരു ഫേസ് ഡിഫറൻസ്
ഉണ്ടാവും, ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ളൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ആ ഫേസ് ഡിഫറൻസ് ആണ് പിന്നെയുള്ള കൺട്രോൾ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാനായിട്ട് ആംപ്ലിഫയറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, കാരണം രണ്ട് ഫ്രീക്വൻസീസും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ പിന്നെ കൺട്രോൾ എഫ് എസും എഫ് നോട്ടും ഈക്വൽ ആയിക്കഴിഞ്ഞാൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ ലോ പാസ് ഫിൽറ്ററിലൂടെയൊക്കെ പാസ് ചെയ്ത് പോകുമ്പോഴത്തേന് നമുക്ക് എന്തില്ല, വി സി ഒയിലും കൊടുക്കാനായിട്ടൊരു കൺട്രോൾ വോൾട്ടേജ് കിട്ടത്തില്ല. അപ്പോൾ ഈ എഫ് എസിനും എഫ് നോട്ടിനും തമ്മിലുള്ള ചെറിയ ഫേസ് ഡിഫറൻസ് ആണ് പിന്നെ എന്ത് ചെയ്യുന്നത്, ആ ഫേസ് ഡിറ്റക്ടർ ഡിറ്റക്റ്റ് ചെയ്ത് ആംപ്ലിഫൈ ചെയ്ത് വി സി ഒൻ്റെ കൺട്രോൾ വോൾട്ടേജ് ആയിട്ട് ഫീഡ് ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ 3 സ്റ്റേജസ് ആണ് പി എൽ എൽ വരുന്നത്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഫ്രീ റണ്ണിങ് സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ക്യാപ്ചർ സ്റ്റേജ്, മൂന്നാമത്തെ എന്ന് പറയുന്നത് ലോക്ക്ഡ് അല്ലെങ്കിൽ ട്രാക്കിംഗ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു പി എൽ എൽ, ഒരു ടിപ്പിക്കൽ പി എൽ എൽ ഐ സി പറയുമ്പോഴത്തേക്കും 3 ഡെഫിനിഷൻസ് ആണ്. നമ്മൾ 3 സ്റ്റേജസ് ഓഫ് ഓപ്പറേഷൻ പറഞ്ഞ പോലെ 3 ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സാണ് ഒരു പി എൽ എല്ലിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ലോക്ക് ഇൻ റേഞ്ച്. ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് ലോക്ക് ഇൻ റേഞ്ച്. ഓക്കെ, ലോക്ക് ഇൻ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം പി എൽ എൽ മൂന്നാമത്തെ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ലോക്ക്ഡ് സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ ഇൻകമിങ് സിഗ്നൽസിൽ വരുന്ന ഏതൊരു ഫ്രീക്വൻസിനെയും പി എൽ എല്ലിന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഏതൊരു ഫ്രീക്വൻസി ചേഞ്ചിനെയും പി എൽ എൽ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പോൾ എത്രത്തോളം ആ ഒരു ലോക്ക് കണ്ടീഷൻ പി എൽ എല്ലിന് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിനെയാണ് ലോക്ക് ഇൻ റേഞ്ച് അല്ലെങ്കിൽ ട്രാക്കിംഗ് റേഞ്ച് എന്ന് പറയുന്നത്. ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് ദ പി എൽ എൽ ക്യാൻ മെയിൻറ്റെയിൻ ദ ലോക്ക് വിത്ത് ദ ഇൻകമിങ് സിഗ്നൽ. ഇറ്റ് ഈസ് കോൾഡ് ദി ലോക്ക് ഇൻ റേഞ്ച് അല്ലെങ്കിൽ ട്രാക്കിംഗ് റേഞ്ച്. അത് നോർമലി വി സി ഒ ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജിൻ്റെ ഇതായിട്ടാണ് പറയുന്നത്. ഇത്ര പെർസെൻറ്റേജ് ഓഫ് എഫ് നോട്ട് എന്നുള്ള രീതിക്കാണ് നമ്മൾ ലോക്ക് ഇൻ റേഞ്ച് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ക്യാപ്ചർ റേഞ്ച്. സോ ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത് പി എൽ എല്ലിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ്. നമ്മൾ വി സി ഒ കൺട്രോൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ വി സി ഒ എന്ത് ചെയ്യും, അതിൻ്റെ ഫ്രീ റണ്ണിങ് ഫ്രീക്വൻസി അഡ്ജസ്റ്റ് ചെയ്ത് ഇൻകമിങ് സിഗ്നലിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങും അല്ലേ. അപ്പോൾ എത്ര ഫ്രീക്വൻസി വരെ അതിന് ക്യാപ്ചർ ചെയ്ത് ലോക്ക് കണ്ടീഷനിലേക്ക് പോകാൻ പറ്റും, അതായത് സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് പോകാനായിട്ട് എത്ര റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസിൻ്റെ ആവശ്യമുണ്ട്, അതാണ് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ദ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ഓവർ വിച്ച് ദ പി എൽ എൽ ക്യാൻ അക്വയർ ദ ലോക്ക് വിത്ത് ആൻ ഇൻപുട്ട് സിഗ്നൽ. ലോക്ക് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻറ്റെയിൻ ദ ലോക്ക് കണ്ടീഷൻ, ക്യാപ്ചർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്വയർ ദി ലോക്ക്. അതാണ് ക്യാപ്ചർ റേഞ്ച് എന്ന് പറയുന്നത്. ഇതും പെർസെൻറ്റേജ് ഓഫ് എഫ് നോട്ട് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ഓസിലേറ്റർ ഫ്രീക്വൻസിയുടെ പെർസെൻറ്റേജ് ആയിട്ട് തന്നെയാണ് ക്യാപ്ചർ റേഞ്ച് പറയുന്നത്. മൂന്നാമത്തെ ഒരു പാരാമീറ്റർ എന്ന് പറയുന്നത് പുൾ ഇൻ ടൈം. പുൾ ഇൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പി എൽ എൽ എടുക്കുന്ന സമയം, അതാണ് പുൾ ഇൻ ടൈം എന്ന് പറയുന്നത്. ടോട്ടൽ ടൈം ടേക്കൺ ബൈ ദ പി എൽ എൽ to establish the lock. It is called the pull-in time. So ഇത് depends on the initial phase and frequency difference between the two signals. നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലുള്ള ഫ്രീ റണ്ണിങ് സ്റ്റേജിൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽസിൻ്റെ ഫേസും ഫ്രീക്വൻസി ഡിഫറൻസും ദെൻ പിന്നെ ഓവറോൾ ആ ലൂപ്പിൻ്റെ ഗെയിനും ഫിൽറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ അനുസരിച്ചാണ് പുൾ-ഇൻ ടൈം വേരി ചെയ്യുന്നത്. ഓക്കെ, സോ ഇത്രയാണ് ഫേസ് ലോക്ക്ഡ് ലൂപ്പിൽ വരുന്നത്. അപ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പി എൽ എൽ ഐ സി എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയുന്ന പാരാമീറ്ററാണ് ലോക്ക് ഇൻ റേഞ്ചും ക്യാപ്ചർ റേഞ്ചും എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പി എൽ എൽ ഐ സി എന്ന് പറയുന്നത് IC 565 ആണ്. ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന IC ആണ് IC 565 എന്ന് പറയുന്നത്. പിന്നെ ഒരു പി എൽ എല്ലിൻ്റെ ലോക്ക് റേഞ്ചും ക്യാപ്ചർ റേഞ്ചിൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എപ്പോഴും ക്യാപ്ചർ റേഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും ലോക്ക് റേഞ്ച്. എപ്പോഴും ക്യാപ്ചർ റേഞ്ചിനെക്കാട്ടിലും കൂടുതലായിരിക്കും ലോക്ക് റേഞ്ച്. ആ ഒരു അത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കുക. ക്യാപ്ചർ റേഞ്ച് കുറവും ലോക്ക് റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലും ആയിരിക്കും. ഓക്കെ, സോ അത്രയാണ് പി എൽ എല്ലിനകത്ത് വരുന്നത്. താങ്ക് യു.